നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി വന്നിരിക്കുവാണ്. തുറവൂര് വളമംഗലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അടിപൊളി സ്ഥലമൊക്കെയാണ്. അപ്പം നമുക്ക് ഫിഷിങ്ങിലോട്ട് പോവാം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. എന്നാലേ ഇതിൽ അടിപൊളി ഫിഷിങ്ങും നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷെ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പം നോക്കി പോയില്ലെന്നുണ്ടെങ്കിൽ താഴെ വല്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലായിട്ടൊക്കെ കടിക്കും. അപ്പം ഞങ്ങൾ താഴെ നോക്കി പതിയെ അങ്ങനെ നടന്ന് ഉള്ളിൽ കൂടെ പോവുകയാണ്. ഫുള്ള് കാടാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിലേക്കൂടെ ആരും ഒന്നും അങ്ങനെ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന വഴി ചെറുതായിട്ടേ ഉള്ളൂ. നമ്മൾ നടക്കുന്ന സൈഡ് ഫുള്ള് അപ്പുറം ഇപ്പുറമൊക്കെ പുല്ല് പിടിച്ചിരിക്കുവാണ്. നമ്മൾ നേരത്തെ ഇവിടെയൊക്കെ വന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പഴയ വീഡിയോസ് ഒന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചൂണ്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചൂണ്ടയുണ്ട്, വലയുണ്ട്. അപ്പോൾ ഏതിലാണ് കൂടുതൽ മീൻ കിട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനുണ്ട്, ദേവൂസ്, ഹരിച്ചേട്ടൻ, ജാനൂസ്, ഹരിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, കണ്ണാണൻ. അപ്പോൾ പുള്ളിക്കാരനെയും കൊണ്ടാണ് ഞങ്ങൾ ചൂണ്ടയിടാൻ വന്നിട്ടുള്ളത്. ആൾ ഭയങ്കര എക്സ്പെർട്ടാണ് മീൻ പിടിക്കാനൊക്കെ. അപ്പോൾ ആദ്യം ചൂണ്ടയിലാണ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെമ്മീനൊക്കെ കൊളുത്തിയിട്ട് കായലിലോട്ട് എറിയുവാണ്. കുറച്ച് സമയം ഇട്ടപ്പോൾ തന്നെ നമുക്കിതാ ഒരു കൂരി കിട്ടിയിട്ടുണ്ട്. അടിപൊളി കൂരിയാണ്. അത്ര വലിപ്പമൊന്നുമില്ല, എന്നാലും ഇടത്തരം സൈസ്. അപ്പോൾ ആളതിൻ്റെ കൊളുത്ത കൂരി എടുത്തു. അങ്ങനെ നമ്മൾ വല വീശാൻ വേണ്ടിയിട്ട് 2-3 സ്ഥലത്ത് തീറ്റ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കിയപ്പോഴത്തേക്കും വല കുറച്ച് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണാടിനത് സൂചി കൊണ്ട് തയ്ച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി നമ്മൾ തീറ്റ ഇട്ട് കൊടുത്ത സ്ഥലത്തേക്ക് വല വീശാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ ഇവിടെയായിരുന്നു കേട്ടോ നമ്മൾ തീറ്റ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ദേ കണ്ണാണൻ വല വീശുന്നുണ്ട്. നമുക്ക് മീൻ വല്ലതും കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം. അപ്പം നമ്മൾ വീശിയിട്ടുള്ള വല ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിടും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെളിയിൽ താഴ്ന്നു പോയിട്ടുണ്ടാകും. അത് പൊങ്ങി വരാനുള്ള സമയമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു കേട്ടോ. ജാനിയും ദേവസും കൂടെ നല്ല കളിയായിരുന്നു. അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. ആൾ തെങ്ങിൻ്റെ മേലിലോട്ട് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ സമയമായി. അപ്പോൾ കണ്ണാണൻ്റെ വല വലിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. കരയിലോട്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. അങ്ങനെ പുള്ളിക്കാരൻ ആ വല കരയിലോട്ട് കയറ്റിയിട്ട് കേട്ടോ. പക്ഷെ ഒത്തിരി മീനും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. മുഴുവൻ ചെളിയും കൊട്ടത്തേങ്ങയൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ കളഞ്ഞിട്ട് മീൻ ഉള്ളതൊക്കെ വലിച്ചെടുക്കുമായിരുന്നേ. മഞ്ഞപ്പള്ളത്തിയില്ലേ, അതായിരുന്നു കുറേ ഉണ്ടായിരുന്നത്. ഒരു 5-8 കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വല നന്നായിട്ട് കൊട്ടുവാണേ. അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ചവറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് നന്ദന്, കുഞ്ഞ് പള്ളത്തി, കരിമീൻ അതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം വല ഫുള്ള് വിരിച്ചിട്ടിട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു നന്ദനെ വലിച്ചെടുത്തോണ്ടിരിക്കുവാണ്. ജാനുസിനാണെങ്കിൽ മീനിനെ കണ്ടിട്ട് പുള്ളിക്ക് അത് കയ്യിൽ പിടിക്കണം. അതിനെ പീച്ച് അപ്പം തന്നെ കൊന്നുകളയും. അതുകൊണ്ട് ഞാനങ്ങനെ കയ്യിൽ കൊടുത്തില്ല. ദേവും ഭയങ്കര സന്തോഷത്തിലാണ് മീനൊക്കെ കിട്ടിയത് കാരണം. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വീശാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. ദേവൂസും ജാനിയൊക്കെ പുറകെ നടന്ന് വരുന്നുണ്ട്. ദേവിക്കുട്ടിന് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവന് നാളെ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ആൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷിങ്ങിന് പോകാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരത്തിനെ കൊണ്ടുവരാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വഴക്കും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. ഞങ്ങൾ വന്നത് നല്ല നട്ടുച്ച സമയത്താണ്. ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞ് വിചാരിക്കും ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന്. ആ സമയത്തെ കണ്ണാണ്ട് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് വന്നത്. ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെയിലും കൂടെ കൊണ്ടു കഴിയുമ്പോഴത്തേക്കും വൈകിട്ടത്തേക്കാകുമ്പോൾ സെറ്റാവും. അങ്ങനെ ഞങ്ങൾ കോട്ടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. കാട്ടിൽ കൂടെ നടക്കുവാണ് കേട്ടോ. നല്ല രസമാണ് ആ സ്ഥലമൊക്കെ കാണാനായിട്ട്. അപ്പോൾ കണ്ണാനെന്തേ നോക്കുവാണ്. അടുത്ത സ്ഥലത്ത് നമ്മൾ വല ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ മീൻ വല്ലതും കയറിയിട്ടുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആളങ്ങോട്ട് കയറിപ്പോയി. ഞങ്ങൾ പോയില്ല. ഫുള്ള് കാട് പിടിച്ചിരിക്കുമായിരുന്നു. ഞാനും ജാനിയും ദേവൂസും കൂടി അവിടെ നിന്നേ. അപ്പോൾ ഹരിച്ചേട്ടനും കണ്ണാനും കൂടെ പോയിട്ട് അടുത്ത സ്ഥലത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം. അവിടെ ഹരിച്ചേട്ടനും കണ്ണാനും കൂടി ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ നിന്നിട്ട് വല എടുത്തു കേട്ടോ. ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ആകെ സങ്കടമായി. ഇത്രയും സമയം നമ്മൾ വന്ന് നിന്നിട്ടൊന്നും കിട്ടിയുമില്ല. അങ്ങനെ അടുത്ത സ്ഥലത്ത് വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവരങ്ങോട്ട് പോവുകയാണ്. ഫുള്ള് കാടാണ് കേട്ടോ. നടക്കാൻ പോലും വഴിയില്ല. ഇരുട്ടാണ്. പുല്ല് മൊത്തം കൂടി ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
ഇവിടെ ഫുള്ള് പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടും പേടിച്ച് പേടിച്ചാണ് അകത്തോട്ട് കയറിപ്പോയെന്നാണ് പറഞ്ഞത്. ഇവിടെ ഫുള്ള് പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ആരും അങ്ങനെ വരാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട്. വീശിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ വലയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നോക്കിയിട്ട് മീനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥലം വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ്. ഇവിടെയാണ് അപ്പം നമ്മൾ തീറ്റ ഇട്ടിട്ടുണ്ടായിരുന്നത് നേരത്തെ. അപ്പോൾ കണ്ണാടിന് അവിടെ വീശാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ആൾ വല വീശി. ഇനി കുറച്ച് സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ വലയിട്ട കയറ് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് മീൻ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഞങ്ങൾ ഒരു 10-20 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. മീൻ കിട്ടിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്നോർത്ത് തന്നെ നിൽക്കുവാണ്. സ്ഥലം കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഫുള്ള് കാട് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര കാറ്റാണ്. ഞാനും ദേവും ജാനിയും കൂടെ ഒരു തെങ്ങിൻ്റെ താഴെ ഇരുന്നിട്ടുണ്ടല്ലോ. എ സിക്കകത്തിരുന്നാൽ കിട്ടത്തില്ല അത്രയും സുഖം. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ദേ കണ്ണാടിനും ഹരിച്ചേനും കൂടി ചൂണ്ടിയിട്ട് വല വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, 20 മിനിറ്റ് ആവാറായിട്ടുണ്ട്. പുള്ളിക്കാരൻ വല വലിച്ചുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ അകത്ത് മീനുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഹരിച്ചേട്ടൻ ഇവിടെ അനങ്ങുന്നുണ്ടേ. അപ്പോൾ ദേ വല വലിക്കാൻ നേരത്തെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സൈഡിൽ 2 മുഴുത്ത കരിമീൻ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനത് വലിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ്. ആളൊരു കണക്കിന് വലിച്ച് കരയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുവാണേ. അതിൻ്റെ അകത്ത് ഫുള്ള് ചവറും മീനും ഒക്കെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ. എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ വലയൊക്കെ എടുത്ത് ഫുള്ള് കഴുകുവാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ചവറും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ പോയി കിട്ടിയാൽ അത്രയും വെയിറ്റ് കുറയും. അപ്പോൾ നമുക്ക് കരയിൽ ഇവിടെ ഇടാനായിട്ട് സ്ഥലം കുറവാണ്. അപ്പോൾ അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ചവറൊക്കെ ഫുള്ള് കഴുകി ക്ലിയർ ആക്കിയ ശേഷം ഞങ്ങൾ ജാനിയും ദേവും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകുവാണേ വലയും കൊണ്ട്. അങ്ങനെ ഞങ്ങൾ വല കരയിൽ കയറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തെങ്ങിൽ കെട്ടിയിട്ട് വേണം വല ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയേ. ഒത്തിരി കരിമീൻ കിട്ടിയിട്ടുണ്ട്. ജാനൂസിനാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് വയ്യ കേട്ടോ. ആൾക്കത് എങ്ങനെയും ഒന്ന് കൈ കിട്ടിയാൽ മതി. ജീവനുള്ളത് കൊണ്ട് ഇങ്ങനെ കിടന്ന് തുള്ളുമല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കുവാണ്. വല ഫുള്ള് കെട്ട് വീണ് കിടക്കുകയാണേ. പുള്ളിക്കാരനറിയാം അതൊക്കെ മാറ്റാനായിട്ടൊക്കെ. അപ്പോൾ ഒരു തെങ്ങിൽ കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തെങ്ങിൽ കെട്ടിയ ശേഷം കെട്ട് വിടിച്ച് എടുക്കുവാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കുറേ മീനൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത് ഫുള്ളിങ്ങനെ കൊട്ടി ക്ലിയർ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ചപ്പും ചവറും ചെളിയൊക്കെ കഴുകിയപ്പോഴത്തേക്കും കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെ ഇത് കണ്ട കരിമീൻ കണ്ട കരിമീൻ കടിക്കാണ് ഇതിലെ കൂടെ അപ്പം നമുക്ക് കുറേ കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മുഴുത്ത സൈസ് ഉണ്ടായിരുന്നു. ചിലതൊക്കെ ചെറുതുമായിരുന്നു. പിന്നെ മറ്റേ പള്ളത്തി ഉണ്ടായിരുന്നു, നന്ദനുണ്ടായിരുന്നു. അതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. എനിക്ക് വേണം അത് കുത്ത കൈയിട്ട്
അങ്ങനെ നമ്മുടെ ജാനൂസ് മീനൊക്കെ പെറുക്കി കൂട്ടിൽ നിറച്ചിടുവാണേ. ദേവൂസിന് പേടിയാ പിടിക്കാനായിട്ട്. അവൾക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. അവളെല്ലാത്തിൻ്റെയും വാലയെ പിടിച്ച് പൊക്കി കൂട്ടിലോട്ട് നിറച്ചോണ്ടിരിക്കുവാണ്. പുള്ളിക്കാരത്തിക്ക് അതെങ്ങനെയും വീട്ടിൽ കൊണ്ടുവന്നൊന്ന് വറുത്ത് കൊടുത്താൽ മതി. മീൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. എല്ലാ ദിവസവും മീനുണ്ടെങ്കിൽ ആൾ നല്ലപോലെ ചോറ് കഴിച്ചോളും. അപ്പോൾ അപ്പം നമ്മൾ ഈ പിടിച്ചിട്ടുള്ള മീനൊക്കെ കുക്ക് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അത് നാളെ ഇടും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.